മനസ്സാഗ്രഹിക്കുന്നിടത്ത് നമ്മുടെ ശരീരം എത്താതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വെച്ച കൈ ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ, ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ പരസഹായം നിർബന്ധമാകുന്നൊരവസ്ഥ. 50 60 അല്ല, 99% ഡോക്ടർമാർ വിധിയെഴുതിയ ഹാൻഡിക്യാപ്പ്, അംഗവൈകല്യം. എന്നാൽ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പരിമിതികൾക്കപ്പുറം വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട്, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തൻഷാൻ കണ്ണൂർ, അദ്ദേഹത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൻഷാൻ സാർ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു സാർ. ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, സാറിൻ്റെ ഈ ഒരു കുറവുകൾ, ആളുകൾ അങ്ങനെയാണല്ലോ പറയുന്നത്, കുറവുകൾ എന്നുള്ള രീതിയിൽ, ഈ ഒരു കുറവുകൾ ജന്മന ഉണ്ടായിരുന്നായിരുന്നു? ഇല്ല, അത് ഞാൻ ഒരു 5 6 മാസം പ്രായമുള്ള സമയത്താണ് എനിക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത്. ആ സമയത്ത് ഒരു പനി വന്നു. അങ്ങനെ ഈ രീതിയിൽ തളർച്ച വരാൻ തുടങ്ങി. പിന്നീട് ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ട് വരികയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെയായിരുന്നു അല്ലേ? മാസങ്ങളുള്ള സമയത്ത് ഒരു ബുദ്ധിമുട്ടാണ്. ജനിക്കുന്ന സമയത്ത് ഇല്ല. പിന്നെ മെല്ലെ മെല്ലെ ചലനശേഷി നഷ്ടപ്പെട്ടു. ആദ്യം സാധാ കുട്ടികളൊക്കെ ജനിക്കുന്ന രീതിയിൽ എല്ലാം കംഫർട്ടായിരുന്നു. പിന്നീട് അങ്ങനെ ആയി മാറിയതാണ്. അപ്പം നമ്മൾ ഈ ഒരു ആ സമയത്ത്, അതായത് നമ്മളിപ്പോൾ സ്കൂൾ ജീവിതമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു സ്കൂൾ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഉമ്മ 1ാം ക്ലാസ് മുതൽ ഇന്ന് ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 4 വരെ എന്നെ ഉമ്മ എടുത്ത് വലിയ കുന്നൊക്കെ കയറിയിട്ടായിരുന്നു എടുത്ത് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ പിന്നീട് 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ വേറൊരു സ്കൂളിൽ, അവിടെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ അനിയൻ്റെയും ഒക്കെ സഹായത്തിലായിരുന്നു. പിന്നെ സ്കൂട്ടിയിലൊക്കെ 1-2 ആൾ ഇരുന്നിട്ടൊക്കെ ആയിരുന്നു +2 പോയായിരുന്നത്. അങ്ങനെയൊക്കെ അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. +2 വരെയാണ് പഠിച്ചത്. അപ്പോൾ 4ാം ക്ലാസ് വരെ ഉമ്മ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു. അതെ, അതെല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. ഇത്രയും അവിടെ വരെ എത്തുമെന്നുള്ള. ഉപ്പയൊക്കെ ആ സമയത്ത് വേണമെന്ന് വരെ ചോദിച്ചായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഉമ്മാന്ന് എന്തായാലും വേണം, എൻ്റെ മകനെ പഠിപ്പിക്കണം എന്നുള്ളൊരു ഉള്ളിൽ ഉമ്മാൻ്റെ ഉമ്മാനെ ആ സമയത്ത് സമ്മതിക്കണം കേട്ടോ. അത്രയും ഒരു ദൂരെ എന്നെ എടുത്ത് കൊണ്ടുപോയതൊക്കെ ഒന്നൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. ഈ ഒരു